എജ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് 21/1/2026 നടത്തിയ കെയർ ടേക്കർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 115/2025. നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരങ്ങളൊന്നും പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത സമരം? ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ പണിമുടക്ക്, സ്വദേശി പ്രസ്ഥാനം, നിസ്സഹകരണ പ്രസ്ഥാനം. തന്നിരിക്കുന്നവയിൽ ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത സമരം ഓപ്ഷൻ സി സ്വദേശി പ്രസ്ഥാനം. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്നാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. ആ സമയത്ത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. അദ്ദേഹം ഇന്ത്യയിലെ സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് 1915 മാത്രമാണ്. അടുത്ത ചോദ്യം: 1857 കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കളുടെയും അവർ നേതൃത്വം കൊടുത്ത സ്ഥലങ്ങളും താഴെ സൂചിപ്പിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ കാൺപൂർ നാനാ സാഹിബ് എന്ന ജോഡിയാണ് ശരിയായ ജോഡി. ബീഹാറിലെ ആറയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആയിരുന്നു. ലക്നൌവിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹലാണ്. ഫൈസാബാദിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള ഷാ. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. സത്യശോധക് സമാജ്, ജ്യോതിറാവ് ഫുലെ. ഹിതകാരിണി സമാജം, വീരേശലിംഗം. പ്രാർത്ഥനാ സമാജം, ആത്മാറാം പാണ്ഡുരംഗ്. ബ്രഹ്മസമാജം, രാജാറാം മോഹൻ റോയ്. ലോങ് മാർച്ച് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ചൈനീസ് വിപ്ലവം. 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത്? ഓപ്ഷൻ സി AK ഗോപാലൻ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത? ഓപ്ഷൻ എ സഫ്രീന ലത്തീഫ്. ഹവായ്, ഫ്രഞ്ച് പോളിനേഷ്യ, സൊമാവോ എന്നീ ദ്വീപസമൂഹം ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഓപ്ഷൻ എ ശാന്തസമുദ്രം. വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ഭ്രംശമേഖല കൂടുതൽ ഭൂകമ്പങ്ങൾക്ക് വിധേയമാകുന്നതിന്റെ കാരണങ്ങൾ ശരിയായി കണ്ടെത്തുക. ഉപരിതല പലകകളിൽ ദുർബലമായ പലക അതിരുകൾ. ഇന്ത്യൻ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ഭുവൻ. ദേശീയ ജലപാതകളുടെ പ്രാധാന്യം വർദ്ധിക്കുകയും പുതിയ പ്രദേശങ്ങൾ ജലപാതകളുടെ ഭാഗമാവുകയും ചെയ്യുന്നു. ഇതിൽ ദേശീയ ജലപാത 5 NW5 ബന്ധിപ്പിക്കുന്ന പ്രധാന മേഖലകൾ? ഓപ്ഷൻ ഡി ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ. ഇന്ത്യയുടെ സി ഛത്തീസ്ഗഡ്. 2024 ജനുവരിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മഡഗാസ്കർ ദ്വീപസമൂഹങ്ങളിൽ നാശനഷ്ടം വിധിച്ചിരുന്നു. ഈ ചുഴലിക്കാറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി അൽവ. ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏതാണ്? ഓപ്ഷൻ ഡി സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വ്യാവസായിക നയം 1956 എന്ന ജോഡിയാണ് തെറ്റായത്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ വ്യാവസായിക നയം പ്രഖ്യാപിച്ചത് 1948 ശരിയായ ജോഡികൾ: ദേശീയ ആസൂത്രണ സമിതി 1938, ബോംബെ പദ്ധതി 1944, ആസൂത്രണ കമ്മീഷൻ രൂപീകരണം 1950. ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി 1, 2, 3 തന്നിരിക്കുന്ന മൂന്നും തന്നെ ശരിയായ പ്രസ്താവനകളാണ്. 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടു. 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു. 1770 ആരംഭിച്ച ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ചുവടെ തന്നിട്ടുള്ളവയിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ട ആശയം ഏതാണ്? ഓപ്ഷൻ എ 1 and 2 സമ്പത്തിനെക്കുറിച്ചുള്ള പഠനം, ലേസെ ഫെയർ സിദ്ധാന്തം. ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി 1, 2, 3 തന്നിരിക്കുന്ന മൂന്നും തന്നെ
ഹരിതവിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകളാണ് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദന വർധനവ്, ഭക്ഷ്യ സ്വയം പര്യാപ്തത, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. ചുവടെ തന്നിട്ടുള്ളവരിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുള്ളവർ ആരെല്ലാം? ഓപ്ഷൻ ബി 1, 2, 3 തന്നിരിക്കുന്ന 3 പേരും തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുള്ളവരാണ്. ശക്തികാന്ത ദാസ്, KR പുരി, മൻമോഹൻ സിംഗ്. ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ടിസ്കോ ഒരു സ്വകാര്യ മേഖലാ സ്ഥാപനമാണ്. ചുവടെ തന്നിട്ടുള്ളവയിൽ 2024 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന. ഓപ്ഷൻ എ 1ഉം 3ഉം. 3 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. 15 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വരുമാനത്തിന് 30% നികുതി. താഴെ തന്നിരിക്കുന്നവരിൽ ആരൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ? ഓപ്ഷൻ എ HC മുഖർജി, VT കൃഷ്ണമാചാരി. ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത്? ഓപ്ഷൻ ബി അയർലൻഡ്. പ്രസിഡന്റിന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ സി അനുച്ഛേദം 360. 1985 പാസാക്കപ്പെടുകയും നിലവിൽ വരികയും ചെയ്ത 52ാം ഭേദഗതി ഏത് വിഷയമാണ് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ ഡി കൂറുമാറ്റ നിരോധന നിയമം. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ വനം, വൈദ്യുതി. ഇപ്പോഴത്തെ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി ഹീരാലാൽ സമരിയ. നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ്? ഓപ്ഷൻ സി അശ്വനി വൈഷ്ണവ്. കൂറുമാറ്റം മൂലം അംഗത്തിന് അയോഗ്യത കൽപ്പിക്കുന്നതിന് 10ാം ഷെഡ്യൂളിലെ വ്യവസ്ഥകൾ പ്രകാരം ചുവടെ തന്നിരിക്കുന്നവരിൽ ആർക്കാണ് അധികാരമുള്ളത്? ഓപ്ഷൻ എ സ്പീക്കർ. കേരളത്തിലെ ആരോഗ്യവകുപ്പ് നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ഉഷസ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജില്ലയിലാണ് മനസ്വനി എന്ന പേരിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്? ഓപ്ഷൻ സി കോട്ടയം. കേരള സർക്കാർ സംസ്ഥാന രൂപീകരണത്തിൻ്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് ഇവരിൽ ആരാണ്? ഓപ്ഷൻ ബി പി സദാശിവം. താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് 2 തവണ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഡി ശ്രീദേവി. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി ജസ്റ്റിസ് ജി ശശീന്ദ്രൻ. ഇപ്പോഴത്തെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ ബി കെ സച്ചിദാനന്ദൻ. തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം? ഓപ്ഷൻ എ മെനിഞ്ചസ്. കാൽസ്യം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ ബി ഓസ്റ്റിയോപൊറോസിസ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി നിപ്പ. വൺ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ പ്രധാന ലക്ഷ്യം? ഓപ്ഷൻ ഡി മനുഷ്യൻ, മൃഗങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിപ്പിച്ചിട്ടുള്ള സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുകയാണ്. കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം? ഓപ്ഷൻ സി അതിരോസ്ക്ലീറോസിസ്. കേരളത്തിൽ കടലിൻ്റെ സംഭരണശേഷി കുറയുന്നതിനുള്ള പ്രധാന കാരണം ഏതാണ്? ഓപ്ഷൻ സി മണൽ ഖനനം.
ജനസിസ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഓർഗാനിക്സ് ഇൻ സ്പേസ് എന്ന രണ്ടാം സിപ്പോസിയം ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത്? ഓപ്ഷൻ എ ബംഗളൂരു. കേരളത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ബട്ടർഫ്ലൈ സങ്കേതമായത് ഏത് പ്രദേശത്തിലാണ്? ഓപ്ഷൻ ബി ആറളം വന്യജീവി സങ്കേതം. റഡാറിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം? ഓപ്ഷൻ ബി മൈക്രോവേവ്. പർവ്വത പ്രദേശങ്ങളിൽ വെള്ളത്തിൻ്റെ തിളനില? ഓപ്ഷൻ സി കുറയുന്നു. ഭൂമിയുടെ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ജി ആണെങ്കിൽ ഭൂമിയുടെ അതേ ഭാരവും ഇരട്ടി ആരവുമുള്ള ഒരു ഗ്രഹത്തിൻ്റെ ഗ്രാവിറ്റി മൂലം ഉള്ള ത്വരണം? ഓപ്ഷൻ എ G/4. അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി? ഓപ്ഷൻ ഡി ജ്യോതി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽപാലമായ ചെനാബ് റെയിൽപാലം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ജമ്മു കാശ്മീർ. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത രാസഭൗതിക സ്വഭാവമുള്ള സംയുക്തങ്ങളെ വിളിക്കുന്ന പേര്? ഓപ്ഷൻ എ ഐസോമറുകൾ. വാതകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഓപ്ഷൻ ബി മാനോമീറ്റർ. ആവർത്തന പട്ടികയിൽ 17ാം ഗ്രൂപ്പിൽ വരുന്ന മൂലക കുടുംബത്തിന് പറയുന്ന പേര്? ഓപ്ഷൻ സി ഹാലോജനുകൾ. ഇന്ത്യയിൽ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ സെൻറ്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ എ ഛത്തീസ്ഗഡ്. രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ? ഓപ്ഷൻ ബി വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ. താഴെ തന്നിരിക്കുന്നവയിൽ വൈകുണ്ഠസ്വാമികളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഓപ്ഷൻ ഡി 1ഉം 4ഉം. ബ്രിട്ടീഷുകാരെ വെണ്ണീചരെന്ന് വിളിച്ചു. സ്വാമിത്തോപ്പിൽ ജനിച്ചു. സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ചത് സമത്വ സമാജമാണ്. കൂടാതെ മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം? ഓപ്ഷൻ സി ജപ്പാൻ. കേരള സംഗീതത്തിൻ്റെ അഗസ്റ്റൻ യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരുടെ ഭരണകാലത്തെയാണ്? ഓപ്ഷൻ ബി സ്വാതി തിരുനാൾ. താഴെ തന്നിരിക്കുന്നവയിൽ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക എന്ന് സാഹിത്യ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ആനുകാലികം ഏതാണ്? ഓപ്ഷൻ എ വിദ്യാവിലാസിനി. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ശരിയായ ജോഡികൾ ഓപ്ഷൻ എ 1ഉം 2ഉം. കല്യാണമൽ സർദാർ KM പണിക്കർ, പ്രേമാമൃതം CV രാമൻപിള്ള. പറങ്കിപ്പടയാളി എന്ന നോവൽ രചിച്ചത് സർദാർ KM പണിക്കറാണ്. വള്ളുവക്കമ്മാനൻ രചിച്ചത് C കുഞ്ഞിരാമ മേനോനും. ഏത് ബഹിരാകാശ പേടകം വഴിയാണ് സുനിത വില്യംസും സഹയാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത്? ഓപ്ഷൻ ഡി ബോയിങ് സ്റ്റാർലൈനർ. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ ഡി ഹാൻകാങ്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ സി റാം. ചുവടെ കൊടുത്തവ പൊരുത്തപ്പെടുത്തുക. ഓപ്ഷൻ സി 1B 2C 3D 4A. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉബുണ്ടു. DBMS പാക്കേജ് MySQL. ഇമേജ് എഡിറ്റർ GIMP. പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ LibreOffice Impress. താഴെ പറയുന്നവയിൽ ഗൈഡഡ് മീഡിയ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി 2 and 4 മാത്രം. മൈക്രോവേവ്, ഇൻഫ്രാറെഡ് വേവ്. MS എഡ്ജ് എന്നത് എന്താണ്? ഓപ്ഷൻ എ വെബ് ബ്രൗസർ. നമ്മുടെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശേഖരിച്ചു ഭീഷണിപ്പെടുത്തുന്നത് ഏതുതരം സൈബർ കുറ്റകൃത്യമാണ്? ഓപ്ഷൻ ഡി സൈബർ സ്റ്റോക്കിംഗ്.
വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കപ്പെട്ട വിവരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ നിരസിക്കുന്ന ഉത്തരവിൽ വ്യക്തമാക്കേണ്ട വസ്തുത. ഓപ്ഷൻ ഡി. മേൽപ്പറഞ്ഞവയെല്ലാം അപേക്ഷ നിരസിക്കുന്നതിനുള്ള കാരണങ്ങൾ, അപ്പീൽ അധികാരിയുടെ വിലാസം, അപ്പീൽ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി 1ഉം 3ഉം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ലോക്സഭയിൽ 2019 ജൂലൈ 8 അവതരിപ്പിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ റദ്ദാക്കി. ഏത് പദവിയിലിരുന്ന ആളായിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ? ഓപ്ഷൻ എ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. 2005 ഗാർഹിക പീഡന നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അധ്യായങ്ങളുടെയും വകുപ്പുകളുടെയും എണ്ണം. ഓപ്ഷൻ എ അധ്യായങ്ങൾ 5, വകുപ്പുകൾ 37. പോക്സോ നിയമപ്രകാരം വിവരങ്ങൾ നൽകേണ്ടത്. ഓപ്ഷൻ ഡി ബി അല്ലെങ്കിൽ സി ലോക്കൽ പോലീസ്, സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ്. 2025 ജൂലൈ 1 മുതലുള്ള സാമ്പത്തിക കാര്യ സെക്രട്ടറി. ഓപ്ഷൻ ബി അനുരാധ ഠാക്കൂർ. സ്വച്ഛതാ ഹി സേവ 2024 ക്യാമ്പയിൻ നടന്നത്. ഓപ്ഷൻ സി സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ. അടുത്തതായി മാത്സ് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നോക്കാം. 71 ഓപ്ഷൻ എ 11 സെൻറ്റിമീറ്റർ. 72 ഓപ്ഷൻ എ 28. 73 ഓപ്ഷൻ എ 20. 74 ഓപ്ഷൻ ബി 49. 75 ഓപ്ഷൻ എ 28. 76 ഓപ്ഷൻ ബി 3. 77 ഓപ്ഷൻ ബി 70%. 78 ഓപ്ഷൻ ബി ASVH. 79 ഓപ്ഷൻ ബി 10 കിലോമീറ്റർ. 80 ഓപ്ഷൻ ബി 90 ഡിഗ്രി. അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. നെയ്തർ ഓഫ് ദ ടു മെൻ ഡാഷ് വെരി ടോൾ. ഓപ്ഷൻ സി വാസ്. I have been living in the city dash 2015. Option B since. Dash rose is the loveliest of all flowers. Option A the. Pick out the correct spelling from the choices given below. Option B opportunity. OPPORTUNITY. Pick the correct question tag. Your brother plays well dash question mark. Option D doesn't he. What do you mean by the idiom a piece of cake? Option B something that is very easy. Pick the word that is opposite in meaning to the word profound. Option B superficial. Find the correct tense form. By the end of this week, I dash here for 10 years. Option A will have worked. What do you mean by the term magnum opus? Option C a great work. What do you call someone who is a beginner in any profession? Option B novice. അടുത്തതായി മലയാളം ചോദ്യങ്ങൾ. ചേട്ടൻ പര്യായപദം ഏത്? ഓപ്ഷൻ എ അഗ്രജൻ. അയക്കുന്നവൻ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ ഡി പ്രേഷകൻ. മൈറ്റ് ഈസ് റൈറ്റ് സമാനമായ മലയാളത്തിലെ ചൊല്ലേതാണ്? ഓപ്ഷൻ ബി കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. വിപരീത പദം തെറ്റായ ജോഡി ഏതാണ്? ഓപ്ഷൻ സി കാമം ക്രോധം. ഭൂമി സമാനാർത്ഥമുള്ള പദം ഏതാണ്? ഓപ്ഷൻ ഡി മേദിനി. താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനം ഏതാണ്? ഓപ്ഷൻ സി 3 and 4 സ്വാമികൾ,
ഗുരുക്കൾ. ആഗമസന്ധിക്ക് ഉദാഹരണം ഏത്? ഓപ്ഷൻ ബി തിരുവോണം. ശരിയായ പദമേത്? ഓപ്ഷൻ എ മടയൻ. ഏവൾ പിരിച്ചെഴുതുക. ഓപ്ഷൻ സി എ പ്ലസ് അൾ. നിരൂപകൻ സ്ത്രീലിംഗ പദം ഏതാണ്? ഓപ്ഷൻ ഡി നിരൂപക. മേൽപ്പറഞ്ഞ ഉത്തരങ്ങളെല്ലാം തന്നെ കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. ഉത്തരങ്ങളിൽ മാറ്റമുണ്ടെങ്കിൽ PSC അത് ഫൈനൽ ആൻസർ കീയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.